പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 7-ാം തിരുവചനമാണിത്. ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. തൻ്റെ ഛായയും സാദൃശ്യവും തൻ്റെ ആത്മാവിനെയും നൽകി സൃഷ്ടിയുടെ മകുടമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48 നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന് തിരുവചനം പറയുന്നുണ്ട്. നാം വിശുദ്ധിയിൽ വളരണമെന്നാണ് ദൈവത്തിൻ്റെ അഭിലാഷം. വിശുദ്ധിയുടെ ഉറവിടം ദൈവമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. അപ്പോൾ സ്നേഹം തന്നെയായ ദൈവം തൻ്റെ മക്കളായ നമ്മളും അവിടുത്തെ സ്വഭാവം നേടിയെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവിടുത്തെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നാം സാധാരണ ചിന്തിക്കാറുള്ളത് പോലെ ഏതാനും ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ട ഒന്നല്ല വിശുദ്ധി. നാം എല്ലാവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ജീവിതം നയിക്കാൻ അസാധാരണമായതൊന്നും നാം ചെയ്യേണ്ടതില്ല. ഏറ്റവും സാധാരണമായ ജീവിത സാഹചര്യങ്ങളിൽ ദൈവകൃപയോട് സഹകരിച്ച് വിശുദ്ധി പ്രാപിച്ച അനേകം വിശുദ്ധർ നമുക്കുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം തരുന്ന ജീവിതത്തെ വരുന്നതുപോലെ പരാതി കൂടാതെ സ്വീകരിച്ച് പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ വിശുദ്ധി പ്രാപിക്കാൻ നമുക്കും സാധിക്കും. ദൈവത്തെയും ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യരെയും പരമാവധി നിസ്വാർത്ഥമായി സ്നേഹിക്കുക. ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും മാറ്റി നിർമ്മലമായ ഹൃദയത്തോടെ ജീവിച്ചാൽ സാധാരണക്കാരായ നമുക്കും വിശുദ്ധരാകാൻ സാധിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി